അപ്പോൾ എല്ലാവരും CUTക്ക് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർസ് ഫ്രം ദ ഫോളോയിങ്. ഏതൊക്കെയാണ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ എൻകോഡിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ലേണിംഗ് ഓഫ് ദ ഇൻഫോർമേഷൻ ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ മെയിൻറ്റെയിനിങ് ഇൻഫോർമേഷൻ ഓവർ ടൈം. സ്റ്റോറേജ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഇൻഫോർമേഷൻ ഓവർ ടൈം എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് റിട്രീവൽ. റിട്രീവൽ എന്ന് പറയുമ്പോൾ അബിലിറ്റി ടു ആക്സസ് ഇൻഫോർമേഷൻ വെൻ നീഡഡ്. ഇതിൽ ഏതൊക്കെ ഇൻഫോർമേഷൻ ആയിരിക്കും കറക്റ്റ് പെയറായിട്ട് വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മെമ്മറിയുടെ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ 3 പോയിന്റ്സ്. ഇത് എന്തിനൊക്കെയാണ് റിസെംബിൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്നുള്ളത്. നമുക്കിതിൻ്റെ ആൻസർക്ക് പോയാലോ? ഓക്കെ, 1, 2 and 3 മൂന്നും കറക്റ്റ്ലി പെയർഡ് ആണെന്നാണ് പറയുന്നത്. എന്താണ് എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ലേണിംഗ് ഓഫ് ഇൻഫോർമേഷൻ അല്ലേ? ഇനീഷ്യലി നമ്മൾ ഇൻഫോർമേഷൻ എന്താണ് നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇനീഷ്യലി സംഭവിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ശരിയാണ്. സ്റ്റോറേജ് എന്ന് പറയുന്ന സമയത്തോ മെയിൻറ്റെയിനിങ് ഇൻഫോർമേഷൻ ഓവർ ടൈം. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. റിട്രീവൽ എന്ന് പറയുമ്പോഴോ ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന പാകത്തിന് നമ്മുടെ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ നമ്മുടെ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് കേട്ടോ. കറക്റ്റ്ലി പെയർ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു സ്റ്റേൺബർഗ്സ് ട്രയാക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. സ്റ്റേൺബർഗിന്റെ ട്രയാക്കിക് തിയറിയിൽ 3 ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ്, 3 ടൈപ്പ് ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൽ പെടാത്തത് ഏതാണെന്നാണ് പറയുന്നത്. പലപ്പോഴും പറയുന്ന പോലെ നോട്ട് എന്നുള്ളത് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പലപ്പോഴും അത് അങ്ങനെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് കാണാത്ത വിധത്തിൽ സ്മോൾ ലെറ്ററിലായിരിക്കും പലപ്പോഴും കൊടുക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? നമുക്ക് ആൻസർ നോക്കിയാലോ. ആൻസർ വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആണ് അല്ലേ? ട്രയാക്കിക് തിയറി ഓഫ് ഇന്റലിജൻസിൽ വരുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കോണ്ടെക്ച്വൽ, എക്സ്പീരിയൻഷ്യൽ, പിന്നെ കോമ്പണൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The process of engulfing and cleaning all dead neurons is called. The process of engulfing എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിഴുങ്ങി നശിപ്പിക്കുക എന്നാണ് അർത്ഥം. അതിന് എന്താണ് പറയുക? അതായത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന വൈറസിനെ അല്ലെങ്കിൽ ഡെഡ് സെൽസിനെയും രോഗാണുക്കളെയും ഒക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ 8th, 9th, 10th ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും? ഫാഗോസൈറ്റോസിസ് ആണോ, പീനോസൈറ്റോസിസ് ആണോ, എക്സോസൈറ്റോസിസ് ആണോ, സിനാപ്സ് ആണോ? ഏതായിരിക്കും? നിങ്ങൾക്ക് ഈസിലി കിട്ടും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഈസ് ഫാഗോസൈറ്റോസിസ്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസിനെയും അതുപോലെ തന്നെ രോഗാണുക്കളെയും ഒക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ഫിസിയോളജിയിലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കണ്ടക്ഷൻ അഫാസിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡാമേജ് ടു. Conduction aphasia is caused due to the damage to. Conduction aphasia. Aphasia എന്ന് പറയുന്ന ടേം നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് അഫാസിയ എന്ന് പറയുന്നത്. അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷന് പ്രശ്നം വരുന്ന സമയത്താണ് അത് നമ്മൾ അഫാസിയ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏത് ഏരിയയിൽ ഡാമേജ് വരുന്ന സമയത്താണ് കണ്ടക്ഷൻ അഫാസിയ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചത്. ഏതൊക്കെ ഏരിയസ് ആയിരിക്കും? ബ്രോക്കാസ് ഏരിയ ആണോ, വേർണിക്സ് ഏരിയ ആണോ, ആർക്കുറേറ്റ് ഫാസിക്കുലസ് ആണോ, അതോ ബോത്ത് A and B ആണോ? ഏതായിരിക്കും? നമുക്ക് ആൻസർ നോക്കാം അല്ലേ? നമ്മുടെ ആൻസർ നോക്കിയേ. ബോത്ത് A and B. ഏതൊക്കെയാണ്? ബ്രോക്കാസ് ഏരിയ ആൻഡ് വേർണിക്സ് ഏരിയ. ബ്രോക്കാസ് ഏരിയൻ്റെയും അതുപോലെ തന്നെ വേർണിക്സ് ഏരിയൻ്റെയും മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? വേർണിക്സ് ഏരിയൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് മീനിങ് ഓഫ് ദ വേർഡ്സ് ആണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് മീനിങ് ഓഫ് ദ വേർഡ്സ്, അതായത് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആണ് വേർണിക്സ് ഏരിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ബ്രോക്കാസ് ഏരിയയുടെ ഫംഗ്ഷൻ എന്താണ്? സ്പീച്ച് പ്രൊഡക്ഷൻ ആണ്. സ്പീച്ച് പ്രൊഡക്ഷൻ. ഓക്കെ,
സംസാരിക്കണമെങ്കിൽ ബ്രോക്കാസ് ഏരിയ വേണം കേട്ടോ. നമുക്ക് വേർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രോക്കാസ് ഏരിയ വേണം. ഓക്കെ, അപ്പോൾ ആ 2 ഏരിയാസിന് ഡാമേജ് പറ്റുന്ന സമയത്താണ് നമുക്ക് കണ്ടക്ഷൻ അഫാസിയ എന്ന് പറയുന്ന അസുഖം വരിക. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ, which of Maslow's hierarchy of needs are related to encouraging words from good friends and adults? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ മാസ്ലോ ഹൈറാർക്കി തിയറി ഇല്ലേ മാസ്ലോവിൻ്റെ ഹൈറാർക്കി തിയറിയിൽ ഏത് നീഡാണ്, അതായത് നമ്മളെ റിലേറ്റഡ് ടു എൻകറേജിങ് വേർഡ്സ് ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് അഡൾട്ട്സ്, നമ്മൾ അഡൾട്ട്സിനും അതുപോലെ തന്നെ ഗുഡ് ഫ്രണ്ട്സിനൊക്കെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഏത് നീഡിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സേഫ്റ്റി നീഡാണോ, ബിലോങ്ങിനെസ് നീഡാണോ, സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ, സെൽഫ് എസ്റ്റീം നീഡാണോ, ഏതാണ് വരിക? നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത, എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം കേട്ടോ. ഏതാണ് ആൻസർ വരുന്നത്? സെൽഫ് എസ്റ്റീം നീഡാണ്. പലപ്പോഴും പലരും ഇതൊരു എന്താ പറയുക ബിലോങ്ങിനെസ് നീഡായിട്ട് തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷെ ആൻസർ വരിക സെൽഫ് എസ്റ്റീം ആണ്. എന്തുകൊണ്ടാണ് സെൽഫ് എസ്റ്റീം ആവുന്നത് എന്ന് ചോദിച്ചാൽ, ഓക്കെ, എന്താണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്? സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ ഹൗ വി ഇവാലുവേറ്റ് അവർ സെൽഫ്, നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് സെൽഫ് എസ്റ്റീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ എസ്റ്റീം നീഡിനെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് എസ്റ്റീം കൂട്ടണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിൻ്റെയൊക്കെ ബേസിൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നും നമുക്ക് നല്ല വേർഡ്സ് കിട്ടുന്നത് എന്താണ്, നമ്മളെ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അത് എസ്റ്റീം നീഡിൻ്റെ ഭാഗമാവുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന 5 ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.